ഹലോ ഹലോ ഗൈസ്. ഗൈസ്, വെൽക്കം ബാക്ക് ടു പംകിൻ ടോക്സ്. ഗൈസ് നമ്മൾ ഭയങ്കര ഷോർട്ട് വീഡിയോ ആയിട്ട് വന്നേക്കാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് കുറേ പേര് കമന്റ് സെക്ഷനിൽ ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ അത് വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ആയിട്ടും കൂടി ഇത് ചെയ്യുന്നത്. അപ്പോൾ ആ ചോദ്യം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, KCT ഇല്ലാതെ നഴ്സിംഗ് കോളേജിൽ പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും, കർണാടക നഴ്സിംഗ് കോളേജിൽ പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ഉത്തരം? ഓക്കെ, അപ്പൊ KCT എഴുതണം എന്ന് തന്നെയാണ് കർണാടകയുടെ ആ ഒരു ഗവൺമെന്റ് ഇറക്കിയ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ സർക്കുലറിൽ പറഞ്ഞേക്കുന്നത്. അത് മാൻഡേറ്ററി ആണ്, നിങ്ങൾ എക്സാം എഴുതണം എന്ന് തന്നെയാണ് അവർ പറഞ്ഞേക്കുന്നത്. ബിക്കോസ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ പറഞ്ഞിട്ടുണ്ട് എൻട്രൻസ് എക്സാം വഴി മാത്രമേ കുട്ടികളെ നഴ്സിംഗിന് അഡ്മിഷന് കൊടുക്കാവുള്ളൂ എന്ന്. പക്ഷെ എങ്കിൽ കർണാടകയിൽ ഇപ്പൊ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചേട്ടയ്ക്ക് അറിയായിരിക്കും, കർണാടകയിൽ എല്ലാവരും കുറെ കോളേജസും എൻട്രൻസ് ഒന്നും ഇല്ലാതെ തന്നെ കുട്ടികൾക്ക് ആ ഒരു സീറ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. കുറെ പേര് സീറ്റ്സ് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാം. ഓക്കെ, ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര മിനിമലായിട്ട് പറയാം. 50 പിള്ളേർക്കുള്ള സീറ്റ്സ് ആയിരിക്കും കോളേജിന് അവർ അലോ ചെയ്തേക്കുന്നത്. അതായത് ഗവൺമെന്റ് അലോ ചെയ്തേക്കുന്നത്, സാങ്ഷൻ കൊടുത്തേക്കുന്നത്. ഞാൻ മിനിമലായിട്ട് പറയുന്നതുകൊണ്ടാണ് ഞാൻ വേറെ പേരുകളൊന്നും എടുത്തില്ല. 50 പേരെ പഠിപ്പിക്കാനുള്ള ഒരു എലിജിബിലിറ്റി ആണ് ആ കോളേജിന് അല്ലെങ്കിൽ ഒരു സ്കൂളിന് കൊടുത്തേക്കുന്നത് വിചാരിക്കാം. അവർ അനധികൃതമായി 50 പേരിൽ കൂടുതൽ ആളുകളെ പൈസയ്ക്ക് വേണ്ടിയിട്ട്, അതായത് എന്താ പറയുന്നത്, ലീഗൽ അല്ലാതെ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു പ്രവൃത്തി പുറത്ത് ഒരു 100 പേർക്ക് അഡ്മിഷനൊക്കെ സെറ്റാക്കി പുതിയ ബാച്ച് എന്നൊക്കെ പറഞ്ഞ് അവർ വേറെ ഒരു 50 പേരെയും കൂടി ചേർക്കുന്നു. അത്രയും ഫീസ് അവർക്ക് കിട്ടുമല്ലോ, അത്രയും ഇൻകം അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ റവന്യൂവിന് വേണ്ടി അവരങ്ങനെ ചെയ്യുന്നു. അപ്പൊ ഇതിൽ പെട്ടുപോകുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 51ാമത് തൊട്ട് 100 വരെ പഠിക്കുന്ന ബാക്കി സ്റ്റുഡൻസ് ആണ്. ആദ്യത്തെ 50 പേർക്ക് കുഴപ്പമില്ല, കാരണം അവര് എലിജിബിലിറ്റിക്ക് അകത്ത് വരുന്ന കാൻഡിഡേറ്റ്സ് ആയതുകൊണ്ട് അവർക്ക് പ്രശ്നമില്ല. ബാക്കിയുള്ളവർക്ക് ഇവര് അനധികൃതമായിട്ട് കൊടുത്തേക്കുന്നത്. അപ്പൊ കുട്ടികൾ ചെയ്തേക്കുന്ന തെറ്റല്ല, കോളേജസ് ചെയ്തേക്കുന്ന തെറ്റിന്റെ ഭാഗമായിട്ട് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടികൾ പഠിച്ചിറങ്ങാൻ പറ്റില്ല. ഇവർ പഠിച്ചു തുടങ്ങി കഴിഞ്ഞിട്ടോ ഫീസ് അടച്ചതിന് ശേഷമൊക്കെ ആയിരിക്കും ഇവര് തിരിച്ചറിയുകയും ഇവർക്ക് പ്രശ്നം വരികയും ഇവർ പിന്നെ ആ കോളേജ് വിട്ട് പോവുകയൊക്കെ ചെയ്യേണ്ടി വരും. കാരണം ഇവർക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവർ എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആയിട്ട് ഗവൺമെന്റ് അല്ലെങ്കിൽ ഈ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏതാണോ ഇൻസ്റ്റിറ്റ്യൂഷൻ അത് കൺസിഡർ ചെയ്യത്തില്ല. അത് തന്നെയാണ് ഇവിടെ കർണാടകയുടെ കേസിലും ഈ നഴ്സിംഗ് കോളേജിന്റെ കേസിലും ഈ KCT ഇല്ലാതെ വരുന്നതിന് ഒരു പ്രശ്നമായിട്ട് വരുന്നത്. സോ ഇതാണ് അതിന് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുന്നത്. ഇനി ബാക്കി എല്ലാവരും പറഞ്ഞുതരും. അതായത് ഇപ്പം KCT എഴുതാത്താണ് ഞങ്ങൾ പറയുന്നില്ല, അത് മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ എഴുതിയാൽ മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പൊ എക്സാം എല്ലാം കഴിഞ്ഞു, അതുകൊണ്ട് നമുക്ക് പറയാം അങ്ങനെ ഒരു ഇത് അടച്ചു പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങളിപ്പം അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ കോളേജിൽ എത്ര INC KNC അപ്രൂവ്ഡ് ആയിട്ടുള്ള സീറ്റ്സ് ഉണ്ടെന്ന് നോക്കുക. അതേപോലെ തന്നെ എത്ര കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ എത്രാമത്തെ ആണെന്നൊക്കെ ഒന്ന് അന്വേഷിച്ച് വെച്ചിട്ട് മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. നിങ്ങൾക്ക് അതിന് ലിമിറ്റേഷൻസ് ഉണ്ടാവും, ഇല്ലാന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ അത് മനസ്സിൽ വെച്ചേക്കണം. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, നിങ്ങൾ ഭയങ്കര സ്വപ്നങ്ങളായിട്ട് ഇതെല്ലാം പ്ലാൻ ചെയ്ത് നിങ്ങൾ പർച്ചേസ് ഒക്കെ നടത്തി നിങ്ങൾ എല്ലാവരോടും പറഞ്ഞ് നിങ്ങൾ അതിനുശേഷം ഫീസ് ഒക്കെ കഷ്ടപ്പെട്ട് കണ്ടെത്തി ലോണൊക്കെ എടുത്തിട്ടായിരിക്കും നിങ്ങൾ പോകുന്നത്. നിങ്ങൾ പോയി പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഇത് അറിയുമ്പോൾ സിറ്റുവേഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾക്ക് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് നിർത്തട്ടി പോകേണ്ടി വരും. ഓൾറെഡി നിങ്ങൾ ലോണൊക്കെ എടുത്തിട്ടായിരിക്കും നിൽക്കുന്നത്, ഫീസൊക്കെ അറേഞ്ച് ചെയ്ത് ഇതെല്ലാം ചെയ്തിട്ട് നിന്നിട്ട് നിങ്ങളത് വരുമ്പോഴും നിങ്ങൾക്ക് അത് താങ്ങാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ സിറ്റുവേഷൻ ആയിരിക്കും. നിങ്ങളുടെ ഒരു മെന്റൽ ട്രോമയിലേക്ക് തന്നെ നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റും. ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഫോൾട്ട് കൊണ്ട് നിങ്ങളുടെ കരിയറാണ് പോകുന്നത്. അവർക്ക് ഇതൊരു വിഷയമേ അല്ല, അവരിത് ചെയ്ത് അവർക്ക് ഇതൊരു പ്രശ്നം അല്ലാത്ത രീതിയിലായിരിക്കും നിങ്ങൾ ഭയങ്കരമായിട്ട് അഫക്റ്റഡ് ആയി പോകും. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ അത് സംഭവിക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ മാക്സിമം പറ്റുന്ന രീതിയിൽ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കുക. തിരക്കിയതിന് ശേഷം മാത്രം ഈ കാര്യങ്ങൾക്കായിട്ട് പുറപ്പെടുക. കാരണം കോളേജസിന് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ അവര് കുട്ടികളോട് പറയാൻ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിക്കോളാനാണ്. നമുക്ക് പേഴ്സണലി അറിയുന്ന നമ്മളുടെ ഞങ്ങൾക്ക് പേഴ്സണലി അറിയുന്ന ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും നമുക്കത് ഉള്ളിൽ തട്ടി ഞങ്ങൾ പറയും. ഞങ്ങൾക്ക് പേഴ്സണലി അറിയുന്ന ആളുകളുണ്ട്. നമ്മുടെ അടുത്ത് ഇതിന് ശേഷം ഞങ്ങളുടെ അടുത്ത് പേഴ്സണലി അറിയിച്ച ആളുകളുണ്ട്. ഇങ്ങനെ ഞങ്ങൾക്ക് വന്നു, ഞങ്ങൾക്ക് ഡ്രോപ്പ് ഔട്ട് ആകേണ്ടി വന്നു, എന്നിട്ട് ഞങ്ങൾ വേറെ കോളേജിലാണ് പോകുന്നത്. അപ്പൊ അന്ന് ഞങ്ങൾക്ക് ചോദിക്കാൻ ഇങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്തേക്കുന്ന പിള്ളേരുണ്ട്. ഞങ്ങൾക്ക് അല്ലാതെ പേഴ്സണലി അറിയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് വരരുത് എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഇത് പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് കമന്റ്സിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു കാര്യമല്ല, ഒരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ടതെന്നുള്ളതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് തന്നെ ഇത് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. കാരണം ഒരുപാട് പേര് ഇതേ കാര്യം കമന്റിൽ ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ളവർക്കൊക്കെ കമന്റ് ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാത്തവർ ചോദിക്കുകയില്ല. എന്തെങ്കിലും ഐഡിയാസ് ഉള്ളവരായിരിക്കും ഇതിനെക്കുറിച്ച് ചോദിക്കുക. ഒരു ധാരണയില്ലാതെ ഇങ്ങനെ ഒരു കാര്യമേ ചിന്തിച്ചിട്ടില്ലാത്തവർ വന്നിട്ട് ചിലപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ചോദിക്കില്ല. അതായത് അവർക്ക് അറിയില്ല ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെന്നുള്ളത്. അങ്ങനെയുള്ളവരാണല്ലോ എപ്പോഴും അഫക്റ്റഡ് പാർട്ടി ആവുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ അത് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.